ഹായ്. നമ്മൾ ഇംഗ്ലീഷിൽ രണ്ട് വാക്കുകളേനെയോ രണ്ടോ അതിൽ കൂടുതൽ വാക്കുകളേനെയോ അല്ലെങ്കിൽ ഫ്രേസ് അല്ലെങ്കിൽ ക്ലോസുകളേനെ സെൻറ്റൻസുകളേനെ പരസ്പരം ബന്ധിപ്പിക്കാൻ ജോയിൻ ചെയ്യാനായിട്ട് ഒരു പശ പോലെ ചേർത്ത് പിടിക്കാനായിട്ട് ജോയിൻ ചെയ്യിപ്പിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സിനെയാണ് വാക്കുകളെയാണ് നമുക്ക് കൺജങ്ഷൻസ് എന്ന് പറയാം. അപ്പോൾ ഈ കൺജങ്ഷൻസ് ശരിക്കും പറഞ്ഞാൽ 3 ടൈപ്പ് കൺജങ്ഷൻസ് ഉണ്ട്. കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ, സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആൻഡ് കോറിലേറ്റീവ് കൺജങ്ഷൻ എന്നിങ്ങനെ 3 ടൈപ്പ് കൺജങ്ഷൻസ് ഉണ്ട്. അതിൽ നമ്മളിപ്പോൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് കോഓർഡിനേറ്റിംഗ് കൺജങ്ഷൻ. കോഓർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് എന്ന് പറയുമ്പോൾ രണ്ട് സെൻറ്റൻസുകളെ തമ്മിൽ യോജിപ്പിക്കുക, രണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയുന്ന രണ്ട് സെൻറ്റൻസുകളെ തമ്മിൽ യോജിപ്പിക്കുന്നതിനെയാണ് നമ്മൾ കോഓർഡിനേറ്റിംഗ് കൺജങ്ഷൻ. ഇത് പഠിക്കാനൊരു എളുപ്പ വഴിയുണ്ട്. ഫാൻ ബോയ്സ്, for and nor but or yet